അനന്തപത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും നമ്മുടെ സീരിയൽ ഭാഗവതം ക്ലാസ്സിലേക്ക് വളരെ ഹാർദവമായ സ്വാഗതം. ശ്രീമദ് ഭാഗവതം നമ്മൾ ഒന്നാമത്തെ ക്യാൻഡോ 4-ാമത്തെ അധ്യായം 26-ാമത്തെ ശ്ലോകം വരെയാണ് കഴിഞ്ഞ തവണ കണ്ടത്. അതിൽ നമ്മൾ കണ്ടത് എന്താണ്? ശ്രീ വ്യാസദേവൻ കലികാലത്തുള്ള ജനങ്ങളുടെ ഷോർട്ട് കമ്മിങ്സ്, അതായത് അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേദങ്ങളെ അവർക്ക് എല്ലാവർക്കും പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വേദം ഉണ്ടായിരുന്നത് അതിനെ എന്ത് ചെയ്യുന്നു? 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓരോരോ ശിഷ്യന്മാർക്കായിട്ട് അതിനെ ഏൽപ്പിച്ചു. അങ്കിരസ് ഋഷി, പിന്നെ ഇതിഹാസം പുരാണം രോമഹർഷണ ഋഷി, ഋഗ്വേദം പൈല, സാമവേദം ജൈമിനി, യജുർവേദം വൈശംപായനൻ, ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ മഹാഭാരതത്തെക്കുറിച്ചും പുരാണങ്ങൾ, ഇതിഹാസ മഹാഭാരതം പുരാണങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞു. അതെന്താണ്? അതിലുള്ള ചരിത്ര കഥകളെ ആധാരമാക്കിക്കൊണ്ട് വേദങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അന്ന് അധികം പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജ്ഞാനാർജനത്തിന് ഒരു അവസരം കിട്ടാത്ത സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും ഒക്കെയുള്ള ദ്വിജബന്ധുക്കൾക്കും, അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഭാരതവും മഹാഭാരതവും പിന്നെ ഇതിഹാസങ്ങളും രാമായണവും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ എഴുതി, പുരാണങ്ങളുമൊക്കെ എഴുതി അദ്ദേഹം എല്ലാം ക്രോഡീകരിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. അവിടെ നമ്മൾ ആരാണ് സ്ത്രീ, ശൂദ്ര, ദ്വിജബന്ധു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ പറയുന്നത് എന്ന് വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി. കാരണം അതൊരു താഴേക്കിടയിലുള്ള ഒരു വാക്കല്ല, അല്ലെങ്കിൽ അതൊരു ക്ലാസിഫിക്കേഷൻ അല്ല. ആ സമയത്തെ സമൂഹസ്ഥിതി അനുസരിച്ച് അവർക്ക് അപ്രാപ്യമായിരുന്ന ഒന്നായിരുന്നു വൈദിക ജ്ഞാനം. കാരണം അന്നത്തെ സാമൂഹിക സ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയാം. കാലം എന്ന് പറയുന്നത് അത് സത്യയുഗം, ദ്വാപരയുഗം, ത്രേതായുഗം എന്ന് പറയുന്ന കാലഘട്ടമാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ സർക്കംസ്റ്റൻസിൽ മാറ്റങ്ങൾ ഉണ്ടാവും. മാത്രമല്ല അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് ഗുരുകുലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചാണ് ഋഷിമാരിൽ നിന്നും വേദങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീകൾക്ക് അങ്ങനെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോയി താമസിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമായിരുന്നില്ല അന്ന്. അതുകൊണ്ട് പിന്നെ ശൂദ്ര, ദ്വിജബന്ധു എന്ന് പറയുന്നത് ആരാണ്? കർമ്മ ഗുണ അനുസരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണനാവില്ല. ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഗുണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രാഹ്മണനെന്ന് വിളിക്കപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് സാഹചര്യം, സാധാരണ ബ്രാഹ്മണ കുലത്തിൽ ജനിക്കുന്നവർക്ക് അതിനു വേണ്ടിയിട്ടുള്ള യോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് അന്ന് അങ്ങനെയുള്ള വിദ്യകൾ അഭ്യസിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതെല്ലാമാണ് നമ്മൾ എന്തു പറഞ്ഞത്? സ്ത്രീ, ദ്വിജ, ബന്ധു, ശൂദ്ര എന്നിവരെ കുറിച്ച് പറഞ്ഞത്. ഇതൊന്നും വന്നിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷനെ വില കുറച്ച് കാണിക്കുകയല്ല. സാമൂഹിക സാഹചര്യം അനുസരിച്ച് അന്ന് അങ്ങനെ ആയിരുന്നു എന്ന് പറയുകയാണ് നമ്മളോട്. എന്നാലും നോക്കണം, ആ ക്ലാസിഫിക്കേഷൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആരെയും വ്യാസദേവൻ വെറുതെ വിട്ടില്ല. ഇവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിയിട്ടില്ല. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് അവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ബൗദ്ധിക ഒരു കഴിവുണ്ടായിരിക്കുകയില്ല. വ്യത്യസ്തരായിട്ടുള്ള കുട്ടികളായിരിക്കും. ചില കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാകും, ചില കുട്ടികൾക്ക് ടീച്ചർമാർ കൂടുതൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ചില കുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാവാത്ത കുട്ടികളും ഉണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക്, അതായത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ മനസ്സിലാകാത്ത കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്യൂഷനും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ അങ്ങനെ ആണെങ്കിൽ ഒരു സമൂഹത്തിലെ ജനങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ആ ഒരു സാഹചര്യവും ഒക്കെ കണക്കിലെടുത്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ. അല്ലാതെ ഇത് ആരെയും വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് നമുക്ക് നന്നായി മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും എന്ത് സംഭവിച്ചു അവസാനം വ്യാസദേവൻ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, സ്വന്തം സുഖത്തിന് വേണ്ടിയല്ല. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വായിച്ചത് 26-ാമത്തെ ശ്ലോകമാണ്. ഏവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജഃ സർവാത്മാ കേനാപി യഥാ നാതുഷ്യാദ് ഹൃദയം തഥാ. ഇതാണ് പറഞ്ഞത് നമ്മൾ. എന്താണ് ഇത്രയധികം ചെയ്തിട്ടും വ്യാസദേവന് എന്ത് സംഭവിച്ചു? വ്യാസദേവന് സന്തോഷമായില്ല, അല്ലെങ്കിൽ തൃപ്തിയായില്ല. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു എന്ന് ഒരു തോന്നൽ വ്യാസദേവന് വന്നില്ല. അതിന് കാരണം എന്താണ് എന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു സെഷനിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഭഗവാന്റെയും ഗുരുവിൻ്റെയും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന ജമുനാ തീരവനചാരി. ജമുനാ തീരവനചാരി. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. जय राधा माधव कुंज बिहारी गोपीजन वल्लभ गिरिवरधारी. हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे. जय कृष्ण बलराम जय कृष्ण बलराम, कृष्ण बलराम जय कृष्ण बलराम. जय गौरनिताय जय गौरनिताय, गौरनिताय जय गौरनिताय. जय जय प्रभुपाद 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 जय जय प्रभुपाद. जय जय गुरुदेव 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 जय जय गुरुदेव. ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय. नमः ओम विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदांत स्वामिन्निधि नामिने. नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशधारिणे. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് തിരികെ വ്യാസദേവൻ്റെ അടുത്തേക്ക് പോകാം. വ്യാസദേവൻ എന്ത് ചെയ്യുകയാണ്? എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അവസാനം വ്യാസദേവൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് എൻ്റെ മനസ്സ് സാറ്റിസ്ഫൈഡ് ആവാത്തത്, അല്ലെങ്കിൽ എൻ്റെ മനസ്സ് സംതൃപ്തമാകാത്തത്. കാരണം സാധാരണ ജനങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാധാരണ ഒരു സംതൃപ്തി വരേണ്ടതാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്തുവല്ലോ എന്ന ഒരു സംതൃപ്തി വരേണ്ടതാണ്. അപ്പോൾ വ്യാസദേവൻ ഏറ്റവും പരമമായിട്ടുള്ള
നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സ് തുഷ്ടമായില്ല. നാ തുഷ്യാത് ഹൃദയം തഥാ എന്നാണ് ഇപ്പോൾ പറയുന്നത്. 26th ശ്ലോകയാണ് നമ്മൾ നോക്കുന്നത്. 27th ശ്ലോകയാണ് അടുത്തത്, 27ാമത്തെ ശ്ലോകം. 27th ശ്ലോക വായിക്കാം നമുക്ക്. അനുഷ്ടുപ് ഛന്ദസ്. നാതി പ്രസീദാദ് ഹൃദയഃ സരസ്വത്യാസ്തടേഷു ച വിതർക്കയാൻ വിവിക്തസ്ഥ ഇദം ചോവാച ധർമ്മവേത്. നാതി പ്രസീദാദ് ഹൃദയഃ സരസ്വത്യാസ്തടേഷു ച വിതർക്കയൻ വിവിക്തസ്ഥ ഇതം ചോവാച ധർമ്മവേത്. ഒന്നും കൂടി. നാതി പ്രസീദാദ് ഹൃദയഃ സരസ്വത്യാസ്തടേഷു ച വിതർക്കയൻ വിവിക്തസ്ഥ ഇതം ചോവാച ധർമ്മവേത്. എന്താണ്? ന അതിപ്രസീദാത്. പ്രസീദ എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമാകുക. ന അതിപ്രസീദാത് എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമായില്ല. എന്താണ് സന്തുഷ്ടമാകാത്തത്? അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലേ? എന്താണ്? ഹൃദയത്തിൽ സന്തുഷ്ടനായില്ല. ന അതിപ്രസീദാത് ഹൃദയഃ. എവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്? സരസ്വത്യാസ് തടേഷു ച. സരസ്വതി നദിയുടെ തീരത്താണ് അദ്ദേഹം ഇരിക്കുന്നത്. പ്യൂരിഫൈഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് ഇരിക്കുന്നത്. വിതർക്കയൻ വിവിക്തസ്ഥ. ആ ഒരു വിവിക്തസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ഏകാന്തമായ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യും? അദ്ദേഹം വിതർക്കയൻ. അദ്ദേഹം വിതർക്കയൻ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ തുടങ്ങി. വിതർക്കയൻ വിവിക്തസ്ഥ ഇദം ചോവാച ധർമ്മവിത്ത്. ഇദം ചോ ഉവാച ധർമ്മവിത്ത്. ആരാണ്? ധർമ്മവിത്താണ് അദ്ദേഹം. ധർമ്മവിദ്. വിദ് എന്ന് പറഞ്ഞാൽ വിദ്വാൻ എന്ന മൂലത്തിന്റെ, അതായത് അതിന്റെ മൂലരൂപമാണ് വിദ് എന്ന് പറയുന്നത്. അറിവുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പൊ ധർമ്മവിദ് എന്ന് പറഞ്ഞാൽ ധർമ്മത്തെക്കുറിച്ച് അറിവുള്ളവൻ. അപ്പൊ എന്ത് പറ്റുന്നു? അസ്വസ്ഥനായി ആ വ്യാസദേവൻ ധർമ്മത്തിന്റെ സാരം അറിയാവുന്നതിനാൽ ആലോചന നിമഗ്നനായി സ്വയം ഇപ്രകാരം ചിന്തിക്കുന്നു. അദ്ദേഹം ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നു? സ്വയം ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. എന്താണ് ചോദ്യം ചെയ്യുന്നത്? Thus the sage, being dissatisfied at heart, at once began to reflect because he knew the essence of religion, and he said within himself. അദ്ദേഹം തനിയെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. എന്തായിരിക്കും എനിക്ക് സംഭവിച്ചിരിക്കുക എന്നായിരിക്കും അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് പ്രഭുപാദ് ഈ ഒരു പൽപ്പട്ടിനകത്ത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, വ്യാസദേവന് ഹൃദയത്തിൽ സാറ്റിസ്ഫാക്ഷൻ ആയില്ല. ഋഷി തന്റെ മനസ്സ് അസന്തുഷ്ടമാകാൻ ഹേതു എന്തെന്ന് അന്വേഷിക്കാൻ ആരംഭിച്ചു. മനസ്സ് സന്തുഷ്ടമായില്ലെങ്കിൽ പരിപൂർണത ഒരിക്കലും പ്രാപ്തമാവുകയില്ല. ഈ മനസ്സംതൃപ്തി ഭൗതിക വസ്തുക്കൾക്ക് ഉപരിയായി അന്വേഷിച്ച് കണ്ടെത്തണം. അതാണ്. എന്താണ്? ആ ലാസ്റ്റ് സെന്റൻസ് ആണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ മനസ്സംതൃപ്തി ഭൗതിക വസ്തുക്കൾക്ക് ഉപരിയായി അന്വേഷിച്ച് കണ്ടെത്തണം. ഭൗതിക വസ്തുക്കളിൽ മനസ്സംതൃപ്തി കിട്ടുമോ എന്നുള്ളത് നമ്മൾ കുറേ നാളായിട്ട് പരീക്ഷിക്കുന്നതാണ് അല്ലേ? പുതിയ കാറ് വാങ്ങിക്കും, പുതിയ ഫോൺ വാങ്ങിക്കും, പുതിയ വീട് വയ്ക്കും. പക്ഷേ ഇതെല്ലാം കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു സംതൃപ്തി, ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും നമ്മൾ ഹാപ്പിയാണെന്ന്. പുതിയ ഫോൺ അത് കിട്ടിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ എല്ലാ ഫങ്ഷൻസും പഠിച്ചെടുത്ത് എന്ത് ചെയ്യും? അതിനെ തലങ്ങും വിലങ്ങും നമ്മൾ പരീക്ഷിച്ച് നോക്കും. പക്ഷേ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ഫോണിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുകയില്ല? സംതൃപ്തി കിട്ടുകയില്ല. ഇതെല്ലാം വന്നിട്ട് എന്താണ്? ഭൗതിക വസ്തുക്കളാണ്. ഭൗതിക വസ്തുക്കളിൽ നമുക്ക് എന്ത് കിട്ടുകയില്ല? സംതൃപ്തി കിട്ടുകയില്ല. സംതൃപ്തി കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഭൗതിക വസ്തുക്കൾ തരുന്ന സംതൃപ്തി ടെമ്പററി, അല്ലെങ്കിൽ അത് താൽക്കാലികമായതുകൊണ്ടാണ്. പിന്നെ എന്താണ് സംതൃപ്തി തരുന്നത്? തുഷ്യാത്. തുഷ്യന്തിച്ച രമന്തിച്ച എന്ന് പറയുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. തുഷ്യന്തിച്ച രമന്തിച്ച. എന്താണ് ആ തുഷ്യന്തിച്ച രമന്തിച്ച പറയുന്നത്? എന്താണ്? ഭക്തന്മാർ തമ്മിൽ പരസ്പരം ബോധയന്ത പരസ്പരം. എപ്പോഴാണോ ഭക്തന്മാർ തമ്മിൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്നത്, ഭഗവാനെ കുറിച്ചുള്ള വിഷയങ്ങൾ മാത്രമേ സംതൃപ്തി തരികയുള്ളൂ എന്ന്
അവിടെ പറയുന്നു, ഭഗവത്ഗീതയിൽ പറയുന്നു. ഈ ഭാഗവതം മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ അത് തന്നെയാണ് കാണാൻ പോകുന്നത്. നമുക്ക് വ്യാസദേവന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. 28, 29 അത് ഒരുമിച്ചുള്ള ശ്ലോകമാണ്. 28ഉം 29ഉം വ്യാസദേവൻ ചിന്തിക്കുന്നതാണ്. 28, 29, 30, 31 ശ്ലോകങ്ങളിൽ വ്യാസദേവൻ ചിന്തിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് വ്യാസദേവന് എന്ന് ചിന്തിക്കുകയാണ്. ദൃഢവ്രതേന ഹി മയാ ഛന്ദാംസി ഗുരവോ അഗ്നയഃ മാനിതാ നിർവ്യാലികേന ഗൃഹീതാം ചാനുശാസനം ഭാരത വ്യപദേശേന ഹി ആംനായാർത്ഥശ്ച പ്രദർശിതഃ ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത. എന്താണ് പറയുന്നത്? ദൃഢവ്രതേന ഹി മയാ ഛന്ദാംസി ഗുരവോഗ്നയഃ മാനിതാ നിർവ്യാലികേന ഗൃഹീതം ചാനുശാസനം ഭാരത വ്യപദേശേന ഹ്യാംനായാർത്ഥശ്ച പ്രദർശിതഃ ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത. ഒന്നുകൂടി വായിക്കാം. ദൃഢവ്രതേന ഹി മയാ ഛന്ദാംസി ഗുരവോഗ്നയഃ മാനിതാ നിർവ്യാലികേന ഗൃഹീതം ചാനുശാസനം ഭാരത വ്യപദേശേന ഹ്യാംനായാർത്ഥശ്ച പ്രദർശിതഃ ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരപ്യുത. എല്ലാവർക്കും വേണ്ടി ഞാൻ എല്ലാം ചെയ്തല്ലോ എന്നാണ് വ്യാസദേവൻ ചിന്തിക്കുന്നത്. ദൃഢവ്രതേന, എൻ്റെ ഓസ്റ്ററിറ്റീസ് അല്ലെങ്കിൽ വ്രതങ്ങളിലൊന്നും ഞാൻ മുടക്കം വരുത്തിയില്ല. ഹി സർട്ടൻലി, തീർച്ചയായും. കാരണം വ്യാസദേവൻ അറിയാം, ഒരിക്കലും തൻ്റെ അസംതൃപ്തിക്ക് കാരണം തൻ്റെ സാധനം മുടങ്ങിയതോ തൻ്റെ ആ ഒരു തപശ്ചര്യം മുടങ്ങിയതോ അല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം. ഛന്ദാംസി ഗുരവോ അഗ്നയഃ, എന്താണ് ചെയ്തിരിക്കുന്നത്? വേദങ്ങളെയും ഗുരുവിനെയും യജ്ഞത്തെയും വന്നിട്ട് ഞാൻ ഒരിക്കലും മുടക്കിയിട്ടുമില്ല. ഛന്ദാംസി ഗുരവോ അഗ്നയ, സാക്രിഫൈസ്, അഗ്നി, അദ്ദേഹത്തിന്റെ സാക്രിഫൈസ് ഒരിക്കലും അദ്ദേഹം മുടക്കിയിട്ടില്ല. ഗുരവോ, അദ്ദേഹം ഒരിക്കലും സ്പിരിച്വൽ മാസ്റ്ററിനെ, നമ്മൾക്ക് അതൃപ്തി ഉണ്ടാകുന്ന ഘട്ടങ്ങളാണ് പറയുന്നത്. ദൃഢവ്രത, നമ്മളുടെ തപശ്ചര്യ മുടങ്ങിയാൽ, നമ്മൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് നശിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൃപ്തരാകും, മനസ്സിൽ നമുക്ക് സന്തോഷം തോന്നുകയില്ല. വൈദിക സാഹിത്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾക്ക് തെറ്റാണ് ചെയ്യുന്നത് എന്ന ബോധം വന്നിട്ട് അതൃപ്തമാകും. സ്പിരിച്വൽ മാസ്റ്റർ, നമ്മളെ ആധ്യാത്മികമായിട്ട് പുരോഗതി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഭഗവാന്റെ തന്നെ പ്രതിരൂപമായിട്ടുള്ള ഗുരുവിനെ നിന്ദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാകും? നമുക്ക് അതൃപ്തി ഉണ്ടാകും. അഗ്നയഃ, വൈദിക സാഹിത്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന സാക്രിഫൈസസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് അതൃപ്തി ഉണ്ടാകും. മാനിത നിർവ്യാലികേന, ഞാൻ എല്ലാം വളരെ മാന്യത എന്ന് പറഞ്ഞാൽ വർഷിപ്പ് ചെയ്തു, അല്ലെങ്കിൽ മാനിച്ചു, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ അവഗണിച്ചില്ല. നിർവ്യാലിക്കേന, ഒരു എന്താണ്, മനസ്സിൽ വേറെ ഒരു ചിന്തയും കൂടാതെ, നിർവ്യാലിക്കേന എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസവും കൂടാതെ തന്നെ ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഇനി അത് മാത്രമല്ല, ഗൃഹീതാം ച അനുശാസനം. അനുശാസനം എന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ട് പോന്നിരുന്ന ആ ഒരു റിച്വൽസ് അല്ലെങ്കിൽ ആചാരങ്ങൾ പോലും ഞാൻ പിന്തുടർന്നു. എന്നിട്ടും ഭാരത വ്യപദേശേന, മഹാഭാരതം പോലെയുള്ള കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു? ഈവൻ സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള സ്ത്രീ, ശൂദ്ര, ഇവർക്ക് വേണ്ടി കൂടി ഞാൻ ഈ കാര്യങ്ങളെല്ലാം എഴുതി, അല്ലേ? അതായത് മഹാഭാരതം സാധാരണ അപ്രാപ്യമായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഈ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഗുണങ്ങളും കർമ്മങ്ങളുമുള്ള ശൂദ്രന്മാരോ അല്ലെങ്കിൽ ദ്വിജബന്ധുക്കൾക്കോ പോയിട്ട് അവരെ പോലും ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഹാഭാരതം പോലെയുള്ള കാര്യങ്ങളും ഞാൻ കമ്പൈൽ ചെയ്തു. എന്നിട്ടും എന്ത് സംഭവിച്ചു എന്നാണ് വ്യാസദേവൻ ചിന്തിക്കുന്നത്. അപ്പോൾ ദൃശ്യത്തെ യത്ര ധർമാദി സ്ത്രീ ശൂദ്രാഭിരപ്യുത,
സാധാരണ ജനങ്ങൾക്ക് മാത്രമല്ല, അപ്രാപ്യരായിട്ടുള്ള ജനങ്ങൾക്ക് കൂടി വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? ഇതൊക്കെ ഞാൻ ചെയ്തു എന്നാണ് വ്യാസദേവൻ. കാരണം ഉള്ളിൽ വ്യാസദേവൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്. അതായത് നമുക്ക് അതൃപ്തി ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്റേണലി നോക്കണം എന്നാണ് വ്യാസദേവൻ ഇതിനകത്ത് പഠിപ്പിച്ചു തരുന്നത്. എന്താണ് ഇന്റേണലി നോക്കേണ്ടത്? ഞാൻ ചെയ്ത എന്തെങ്കിലും കാര്യം തെറ്റായിരുന്നോ എന്ന് ഒന്ന് ചിന്തിക്കുക എന്നാണ് വ്യാസദേവൻ പറഞ്ഞു തരുന്നത് ഇതിനകത്ത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് സംഭവിച്ചു എന്ന് വ്യാസദേവൻ ചിന്തിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ആത്മഗതം തുടരുകയാണ്. തഥാപി 30ാമത്തെ ശ്ലോകം. തഥാപി ബത മേ ദൈഹ്യോ ഹ്യാത്മചൈവാത്മനാ വിഭുഃ അസംപന്ന ഇവ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. തഥാപി ബത മേ ദൈഹ്യോ ഹി ആത്മചൈവാത്മനാ വിഭുഃ അസംപന്ന ഇവ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. തഥാപി ബത മേ ദൈഹ്യോ ഹ്യാത്മചൈവാത്മനാ വിഭുഃ അസംപന്ന ഇവ ഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമഃ. എന്ത് പറയുന്നു? തഥാപി, എന്നാലും. എന്താണ് തഥാപി? എന്നാലും. ഓൾദോ, എന്താണ്? ബത മേ ദൈഹ്യോ, ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്ന ആള് എന്താണ്? ആത്മചൈവാത്മന വിഭുഹു. എന്താണ് പറഞ്ഞിരിക്കുന്നത്? തഥാപി എന്ന് പറഞ്ഞാൽ എന്നാലും ഈ ശരീരത്തിൽ, അല്ലെങ്കിൽ ഞാൻ ഈ ദേഹത്തിൽ ഇരിക്കുന്ന, ദൈഹ്യ എന്ന് പറഞ്ഞാൽ ദേഹത്തിൽ ഇരിക്കുന്ന എന്നാണ്, സിറ്റുവേറ്റഡ് ഇൻ ദ ബോഡി. അപ്പോ ശാരീരികമായിട്ടുള്ള നമ്മുടെ ഡിഫക്റ്റിനെ കുറിച്ച് വ്യാസദേവൻ ചിന്തിക്കുന്നു. ഞാൻ വന്നിട്ട് ആരാണ്? ഒരു ജീവാത്മാവാണ്. ആ ജീവാത്മാവ് ഇപ്പോൾ എന്ത് സ്വീകരിച്ചിരിക്കുന്നു? ശരീരം സ്വീകരിച്ചിരിക്കുന്നു. ശരീരം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ട് ജീവാത്മാവ് ഇൻകംപ്ലീറ്റ് ആണ്. എന്താണ്? ഇൻകംപ്ലീറ്റ് ആണ്. യഥാർത്ഥത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളുടെ ആത്മീയമായിട്ടുള്ള യഥാർത്ഥ രൂപത്തിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് വ്യാസദേവൻ ഇവിടെ പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കാൻ നമുക്ക്. I am feeling incomplete, though I myself am fully equipped with everything required by the Vedas. വേദങ്ങൾ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, ബ്രഹ്മവർച്ചസ്യ എന്ന് പറഞ്ഞാൽ വേദാന്തങ്ങൾ എന്നാണ്, അല്ലെങ്കിൽ ബ്രഹ്മവർച്ചസ്യ എന്ന് പറഞ്ഞാൽ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, സുപ്രീം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും എൻ്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് ഇൻകംപ്ലീറ്റ്നെസ് ആണ്. അതായത് ഒരു സംതൃപ്തമായിട്ടുള്ള ഒരവസ്ഥ അല്ല എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാസദേവൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശീല പ്രഭുപാദ് ഇതിൻ്റെ ഭാവാർത്ഥത്തിൽ പറയുന്നു, നിസ്സന്ദേഹം ശ്രീല വ്യാസദേവൻ വേദസംപ്രാപ്തങ്ങളുടെ സർവ്വ വിശദാംശങ്ങളായും സമ്പൂർണനാണ്. ഭൗതിക വസ്തുക്കളിൽ അധപ്പതിച്ച ജീവാത്മാക്കളുടെ ശുദ്ധീകരണം വേദങ്ങളിലെ നിർദ്ദിഷ്ട കർമ്മങ്ങളാൽ സംഭവ്യമാണ്. എന്നാൽ പരമസംപ്രാപ്തി വേറൊന്നാണ്. ആ സംപ്രാപ്തി പ്രാപ്തമാകാത്ത പക്ഷം ജീവാത്മാക്കൾ പൂർണ്ണ സജ്ജീകൃതരെങ്കിലും അതീന്ദ്രിയമായ സാധാരണ അവസ്ഥയിൽ നിവിഷ്ടമായിരിക്കുക സാധ്യമല്ല. ശ്രീല വ്യാസദേവൻ സജ്ഞ നഷ്ടപ്പെട്ടവനായി കാണപ്പെടുകയാൽ അദ്ദേഹത്തിന് അസംതൃപ്തി അനുഭവപ്പെട്ടു. എന്താണ് ശ്രീല പ്രഭുപാദ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്താലും പരമസംപ്രാപ്തി വേറൊന്നാണ് എന്ന്. എന്താണ് ആ ഒരു പരമസംപ്രാപ്തിക്ക് വേണ്ട കാര്യമെന്ന് വ്യാസദേവൻ ഒരാൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം, വ്യാസദേവൻ എന്ത് ചെയ്യുന്നു? എല്ലാ കാര്യങ്ങളും ചെയ്തു. വേദങ്ങൾ അനുസരിച്ച് വ്യാസദേവൻ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തില്ല? ഒരു കാര്യം ചെയ്തില്ല. അതാണ് പരമസംപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് ഇനി ഒരാൾ വന്ന് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ വ്യാസദേവന് ചിന്തിക്കുകയാണ്, എന്താണ് ഞാൻ ചെയ്യാത്തത്, എന്താണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, ഇനി 31ാമത്തെ ശ്ലോകം കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കണ്ടംപ്ലേഷൻ അല്ലെങ്കിൽ സ്വയമായിട്ട് ചിന്തിക്കുന്ന ആ ഒരു ആത്മഗതം തീരും. 31ാമത്തെ ശ്ലോകം എന്താണ് നമുക്ക് നോക്കാം. കിം വാ ഭാഗവതാ ധർമ്മ
ന പ്രായേണ നിരൂപിതഃ പ്രിയ പരമഹംസാനാം ത ഏവ ഹ്യച്യുതപ്രിയഃ. അദ്ദേഹം ചിന്തിച്ച് എന്ത് ചോദിച്ചു? ഇതാണോ എൻ്റെ ബുദ്ധിമുട്ടിന് കാരണമെന്ന അവസാനം ഒരു ക്വസ്റ്റ്യന് കൊണ്ടു നിർത്തി. കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതഃ പ്രിയ പരമഹംസാനാം ത ഏവ ഹി അച്യുതപ്രിയഃ. എന്താണ്? കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതഃ പ്രിയ പരമഹംസാനാം ത ഏവ ഹി അച്യുതപ്രിയഃ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കിം വാ ഭാഗവതാ ധർമ്മ ന പ്രായേണ നിരൂപിതഃ പ്രിയ പരമഹംസാനാം ത ഏവ അച്യുതപ്രിയഃ. അച്യുതപ്രിയ. എന്താണ് അച്യുതപ്രിയ എന്ന് പറയുന്നത്? പരിപൂർണമായ അസ്തിത്വങ്ങൾക്കും അപ്രമാദഗതിയായ ഭഗവാനും പ്രിയപ്പെട്ട ഭഗവത് ഭക്തിയുത സേവനത്തെ സവിശേഷമായി പ്രതിപാദിക്കാത്തതിനാൽ ആകാം ഇപ്രകാരം സംഭവിച്ചത്. അദ്ദേഹം സ്വയമായിട്ട് അസുഖം കണ്ടുപിടിക്കുകയും ചെയ്തു അല്ലേ? എന്തായിരിക്കാം കാരണം? പരിപൂർണമായ അസ്തിത്വങ്ങൾക്കും അപ്രമാദഗതിയായ ഭഗവാനും പ്രിയപ്പെട്ട ഭഗവത് ഭക്തിയുത സേവനത്തെ സവിശേഷമായി പ്രതിപാദിക്കാത്തതിനാൽ ആകാം ഇപ്രകാരം സംഭവിച്ചത്. അദ്ദേഹം സ്വന്തം വന്നിട്ട് അസുഖം കണ്ടുപിടിച്ചു. എന്താണ് എൻ്റെ അസുഖം, എന്താണ് എനിക്ക് തൃപ്തിയില്ലാത്തത് എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. എന്താണ്? ഭഗവത് ഭക്തിയുത സേവനത്തിലുള്ള ജീവാത്മാക്കളുടെ സാധാരണ അവസ്ഥയിൽ ഇത് അനുഭവവേദ്യമാകുന്നു. ഏത്? സന്തുഷ്ടി. സാധാരണ സേവന മനോഭാവത്തിൽ സ്ഥിരീകൃതം ആകാത്ത പക്ഷം ഭഗവാനോ ജീവാത്മാക്കളോ പരിപൂർണരായി തൃപ്തരായി തീരുക സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യനായ നാരദമുനി എത്തിച്ചേർന്നപ്പോഴാണ് ഈ ന്യൂനത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടത്. പ്രഭുപാദ് വിവർത്തനത്തിൽ പറയുന്നു. അപ്പോൾ എന്ത് ചിന്തിക്കുന്നു വ്യാസദേവൻ? ഇത്രയും നേരം ഞാൻ എന്തൊക്കെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു, എല്ലാം വിവരിച്ചു കൊടുത്തു, എല്ലാം ശിഷ്യന്മാർ വഴി മുന്നോട്ട് പ്രചരണം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. എന്നിട്ടും എനിക്ക് എന്താണ് തൃപ്തമാകാത്തത്? എന്തായിരിക്കാം? ഒന്ന്, ഞാൻ ഭക്തിയെക്കുറിച്ച് അത്രയധികം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സവിശേഷമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത് എന്ന് അവസാനം വ്യാസദേവൻ എന്ത് ചെയ്യുന്നു? ചിന്തിക്കുന്നു. ഇനി എന്താണ് വ്യാസദേവൻ? അതായത് 31-ാമത്തെ ശ്ലോകം വരെ വ്യാസദേവൻ വന്നിട്ട് പോസിബിൾ റീസൺ ആകാം എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ വ്യാസദേവൻ തൻ്റെ ആ ഒരു ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം കണ്ടെത്തിയതും ആരെത്തി? ഡോക്ടർ എത്തി. ആരാണ് ഡോക്ടർ? വ്യാസദേവന്റെ ഡോക്ടർ ആരാണ്? നാരദ മഹർഷി. അടുത്ത ശ്ലോകത്തിൽ നാരദ മഹർഷി വരികയാണ്, അദ്ദേഹത്തിൻ്റെ ഗുരു. എന്തെങ്കിലും ശിഷ്യന്മാർക്ക് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ ഏറ്റവും ആദ്യം തൻ്റെ ശിഷ്യനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ് ആര്? സ്പിരിച്വൽ മാസ്റ്റർ. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആധ്യാത്മികമായി പുരോഗമിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ആര് വേണം? സ്പിരിച്വൽ മാസ്റ്റർ വേണം. ഭഗവാനും പറയുന്നു എന്താണ്? ഏവം പരമ്പര തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഭഗവത്ഗീത ശ്ലോകം. എന്താണ്? തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. 3 കാര്യങ്ങൾ. സറണ്ടർ ചെയ്യുക, നമ്മളുടെ ബുദ്ധിമുട്ടുകളും ചോദ്യങ്ങളുമൊക്കെ അവരോട് ചോദിക്കുക, അവർക്ക് സേവനം ചെയ്യുക. പ്രണിപാതേന പരിപ്രശ്നേന സേവയ. 3 കാര്യങ്ങളാണ്. സേവ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പ്രണിപാതേന എന്ന് പറഞ്ഞാൽ അവർക്ക് സറണ്ടർ ചെയ്യുക. ആധ്യാത്മിക ഗുരുവിന്റെ മുന്നിൽ എനിക്ക് ഒരു ഈഗോയും ഇല്ലാതെ, അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് വലിയ ആളാണെന്നോ, ഞാൻ ഡോക്ടറാണെന്നോ, ഞാനൊരു PhD സയന്റിസ്റ്റ് ആണെന്നോ, ഞാനൊരു അദ്ദേഹത്തെക്കാൾ ശാരീരികമായിട്ട് കാര്യക്ഷമതയുള്ള ആളാണെന്നോ ഒന്നും ഒരു ഈഗോ അല്ലെങ്കിൽ അഹംഭാവം ഇല്ലാതെ എനിക്ക് എൻ്റെ ഈ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിയിൽ തടസ്സം വന്നിരിക്കുന്ന ഈ ഒരു കാര്യത്തിനെ മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുകയാണ്? അവരുടെ മുന്നിൽ
സറണ്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരുടെ മുന്നിൽ? ആധ്യാത്മിക ഗുരുവിൻ്റെ മുന്നിൽ. പരിപ്രശ്നേന, എന്നിട്ട് ചോദിക്കുക, നമ്മളുടെ ഹൃദയം തുറക്കുക. എന്താണ് എനിക്ക് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുന്നതിൽ നിന്നും എന്നെ തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരുദേവ എന്ന് ചോദിക്കുക. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഗുരു വേണം. കാരണം നമ്മൾക്ക് മനസ്സിൻ്റെ ചിന്തയനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. മുന്നോട്ട് ആധ്യാത്മികമായിട്ട് ഒരു ലെവൽ വരെ മാത്രമേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം ഭജനക്രിയ എന്ന് പറയുന്ന സ്റ്റേജ് ആർക്കാണ്? ഒരു സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ കീഴിലാണ് ചെയ്യേണ്ടത്. നോക്കൂ, ശ്രദ്ധ സാധുസംഘം നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും. പക്ഷേ ഭജനക്രിയ എന്ന് പറയുന്ന അതിന് മേലെയുള്ള പടി കഴിഞ്ഞാൽ മാത്രമേ അനർത്ഥ നിവൃത്തി, നമ്മളുടെ അനർത്ഥങ്ങളെല്ലാം മാറുകയുള്ളൂ. അപ്പോൾ ആ ഭജനക്രിയ എന്ന് പറയുന്ന സ്റ്റേജ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത്? സ്പിരിച്വൽ മാസ്റ്ററിൻ്റെ. അതാണ് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ ആവശ്യം. നിങ്ങൾക്കറിയാം, കണക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചർ എന്തിനാണ് വേണ്ടത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു നോളജ് വെച്ചിട്ട് ആ കുട്ടിക്ക് ഏറ്റവും എളുപ്പത്തിൽ ആ കണക്ക് ചെയ്യാനുള്ള വഴി അദ്ദേഹത്തിന് അറിയാം, അല്ലേ? നമുക്ക് തനിയെ കണക്ക് ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു ടീച്ചർ പറഞ്ഞു തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടീച്ചറിനെ അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സ്വീകരിക്കണം. കാരണം അങ്ങനെ ആ സ്പിരിച്വൽ മാസ്റ്റർ എന്ത് ചെയ്യും? നമ്മളുടെ ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ആ ഹർഡിൽസ് അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സമയത്ത് നമ്മളെ മുന്നോട്ട് നയിക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണോ തടസ്സം അതിനെ നീക്കിത്തരും. അപ്പോൾ വ്യാസദേവൻ തൻ്റെ അസുഖം കണ്ടുപിടിച്ചപ്പോൾ ആരെത്തി? ഭിഷഗ്വരൻ, അതായത് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ അവിടെ എത്തുന്നു. 32ാമത്തെ ശ്ലോകം. തസ്യൈവം ഖിലമാത്മാനം മന്യമാനസ്യ ഖിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യഗാദ് ആശ്രമം പ്രാഗുദാഹൃതം. എന്താണ്? തസ്യൈവം ഖിലം ആത്മാനം മന്യമാനസ്യ ഖിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യഗാദ് ആശ്രമം പ്രാഗുദാഹൃതം. തസ്യൈവം ഖിലം ആത്മാനം മന്യമാനസ്യ ഖിദ്യതഃ കൃഷ്ണസ്യ നാരദോഭ്യഗാദ് ആശ്രമം പ്രാഗുദാഹൃതം. ഇവിടെ ആരാണ് വരുന്നത്? നാരദ മഹർഷി, അല്ലെ? തസ്യൈവം, തസ്യ ഏവം ഖിലം ആത്മാനം. അങ്ങനെ മന്യമാനസ്യ, മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിട്ട്, ഖിദ്യത, ഖേദിക്കുക, ആ വാക്കാണ് ഖിദ്യത എന്ന് എഴുതിയിരിക്കുന്നത്. ഖേദം, നമുക്കറിയാം, ഖേദിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിന്തിച്ച് വിഷമിക്കുന്നു അല്ലെങ്കിൽ പശ്ചാത്തപിക്കുന്നു, അയ്യോ ഞാൻ ഖേദിക്കുന്നു. ഖിദ്യതഃ, മന്യമാനസ്യ ഖിദ്യതഃ, അദ്ദേഹം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഖേദിക്കുന്നു. തസ്യൈവം ഖിലം ആത്മാനം, അദ്ദേഹം തസ്യ ഏവം, ആരാണ് തസ്യ? യസ്യ, തസ്യ എന്നൊക്കെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആരെക്കുറിച്ചാണോ? അദ്ദേഹത്തെ കുറിക്കാൻ വേണ്ടിയിട്ടാണ്. തസ്യ ഏവം ഖിലം ആത്മാനം. അങ്ങനെ അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്യുന്നു? മന്യമാനസ്യ ഖിദ്യതഃ, ആരാണ്? കൃഷ്ണസ്യ, ആ കൃഷ്ണ, അതായത് ആരാണ് ഈ കൃഷ്ണൻ? നമ്മളുടെ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ല ഇവിടെ കൃഷ്ണസ്യ എന്ന നാമം കൊണ്ട് പറയുന്നത്. കൃഷ്ണദ്വൈപായന വ്യാസൻ. ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? വ്യാസദേവനെ കുറിച്ചാണ്. സോ കൃഷ്ണസ്യ എന്നവിടെ പറയുന്നത് കൃഷ്ണദ്വൈപായന വ്യാസനെയാണ്. നാരദോ, ആരാണ് ഇവിടെ വന്നത്? നാരദ മഹർഷി. ആഗത, ആഗത എന്ന് പറഞ്ഞാൽ വന്നു. നാരദ മഹർഷി അവിടെ ആഗതനായി. ആശ്രമം പ്രാഗ് ഉദാഹൃതം, അദ്ദേഹം വന്നിട്ട് ആശ്രമത്തിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷനാകുന്നു. അതാണ് സ്പിരിച്വൽ മാസ്റ്റർ എന്ന് പറയുന്നത്. നാരദ മഹർഷിയെ പോലെയാണ്. നാരദ മഹർഷി നമ്മൾക്ക് എന്ത് ആവശ്യമുണ്ടോ അപ്പോൾ വന്നിട്ട്, നാരദ മഹർഷിയുടെ പ്രത്യേകത എന്താണ്? നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പം പ്രത്യക്ഷപ്പെടുന്ന ആളാണ്. നാരദ മഹർഷി ആർക്ക് പ്രത്യക്ഷപ്പെടുന്നു? എല്ലാവർക്കും. നാരദ മഹർഷി നമ്മുടെ മൃഗാരി എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. പ്രഹ്ലാദ മഹാരാജാവ്, ധ്രുവ മഹാരാജാവ്, ഒരുപാട് വിശ്വസ്തരായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേരുകേട്ട ശിഷ്യന്മാരാണ് നാരദ മഹർഷിക്കുള്ളത്. നാരദ മഹർഷി അവർക്ക് ഈ എപ്പോഴാണോ
ധ്രുവ മഹാരാജാവ്, പ്രഹ്ലാദ മഹാരാജാവ്, പിന്നെ ഇന്ദ്രൻ, ആരൊക്കെയാണോ നാരദ മഹർഷിക്ക്, അപ്പോൾ നാരദ മഹർഷിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്താവശ്യമുണ്ട്, ഈ ആത്മജ്ഞാനത്തിന്റെ ഉപദേശം ആവശ്യമുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് അദ്ദേഹം പ്രത്യക്ഷനാകുന്നു. ആശ്രമം പ്രാഗ് ഉദാഹൃതം, ഇവിടെയും ഈ പ്രകാരം വ്യാസദേവന്റെ ആ അപൂർണതയെക്കുറിച്ച് പശ്ചാത്തപിക്കുന്ന അവസരത്തിൽ സരസ്വതി നദീ തീരത്തുള്ള അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നാരദ മഹർഷി ആഗതനായി. 32ാമത്തെ ശ്ലോകം. ഓക്കെ, അപ്പോ അടുത്ത ശ്ലോകം. തം അഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായ ഗതം മുനിഃ പൂജയാം ആശവിധിവൻ നാരദം സുരപൂജിതം. തം അഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായ ഗതം മുനിഃ പൂജയാം ആശവിധിവൻ നാരദം സുരപൂജിതം. തം അഭിജ്ഞായ സഹസാ പ്രത്യുത്ഥായ ഗതം മുനിഃ പൂജയാം ആശവിധിവൻ നാരദം സുരപൂജിതം. ആരാണ് നാരദമുനി? സാധാരണ ആളല്ല. നാരദം സുരപൂജിതം, ദേവന്മാരാൽ പോലും ആരാധിക്കപ്പെടും. ദേവർഷി നാരദൻ എന്നാണ്, ദേവന്മാരിൽ ഋഷിയായവൻ എന്നാണ് പറയുന്നത്, ദേവർഷി നാരദൻ. അപ്പൊ അങ്ങനെ ഒരാൾ വരുമ്പോൾ എന്ത് ചെയ്യണം? വ്യാസദേവൻ വന്നിട്ട് അവിടെ ഇരിക്കുമ്പോൾ നാരദ മഹർഷി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ വ്യാസദേവൻ നേരെ ചോദ്യം ചോദിക്കുകയാണോ ചെയ്യുന്നതല്ല. എന്താണ്? പൂജയാം ആസ വിധിവത് വിധിപ്രകാരം പൂജയാം ആശ, പൂജിച്ചിരിക്കുന്നു. ആരെ? മുനി. ഏത് മുനി? വ്യാസദേവൻ. ആരെ? നാരദമുനിയെ. ആരാണ് നാരദമുനി? സുരപൂജിതം, ദേവന്മാരാൽ പോലും ആരാധിക്കപ്പെട്ടവനാണ്. സോ അപ്പം നാരദ മഹർഷി വന്നിരിക്കുന്നു. ആരാണ്? At the auspicious arrival of Sri Narada, Sri Vyasadeva got up respectfully and worshipped him pratyuthaya. ഉത്ഥായ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റു എന്നാണ്. ആഗതം മുനിഹി, ആ മുനി നാരദ മഹർഷി അവിടെ വന്നപ്പോൾ വിധിപ്രകാരമുള്ള പൂജയും ചെയ്തു, അല്ലേ? അപ്പോൾ സുരപൂജിതം, നാരദമുനി സാധാരണ ആളല്ല എന്നാണ് പറയുന്നത്. നോക്കൂ, നമ്മളുടെ 33ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. At the auspicious arrival of Sri Narada, Sri Vyasadeva got up respectfully and worshipped him, giving him veneration equal to that given to Brahmaji, the creator. വിധിവത് എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. വിധിവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവനെ കുറിക്കുന്ന പദം ആണ് എന്ന് പ്രഭുപാദ എഴുതിയിരിക്കുന്നു. വിത്ത് ദ സെയിം റെസ്പെക്ട് ആസ് ഓഫേർഡ് ടു വിധി ഈസ് ബ്രഹ്മ. ബ്രഹ്മദേവന് കൊടുക്കുന്ന അതേ റെസ്പെക്ട് കൊടുത്തിട്ട് നാരദ മഹർഷിയെ വ്യാസദേവൻ ആരാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് കണ്ടത്? വ്യാസദേവൻ എന്ത് ചെയ്തു? വ്യാസദേവൻ്റെ ആ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് സംതൃപ്തിയായില്ല. ആ സംതൃപ്തി ആവാത്തത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം സ്വയം ചിന്തിക്കുന്നു, എന്നിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ഇതുകൊണ്ടായിരിക്കാം ഞാൻ തൃപ്തനാകാത്തത് എന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം ആ നിഗമനത്തിനെ ശരിവെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആരാണ്? സ്പിരിച്വൽ മാസ്റ്റർ, ഗുരു ദേവനായ നാരദ മഹർഷി അവിടെ ആ ആശ്രമത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നു. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ സംക്ഷിപ്തം. അപ്പോൾ നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ നിന്നും 5ാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് നാരദ മുനിയുടെ ഇൻസ്ട്രക്ഷൻസ് ആണ്. നാരദ മുനിയുടെ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവന്റെ ആ അസുഖത്തിന് കാരണം, അതായത് അതൃപ്തിക്ക് കാരണം എന്താണ് എന്ന് നാരദ മഹർഷി ഡയഗ്നോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രോഗനിർണയം നടത്തുന്നു. നാരദമുനി ചോദ്യം ചോദിക്കുന്നു, വ്യാസദേവൻ എന്ത് ചെയ്യുന്നു? അതിന് ഉത്തരം പറയുന്നു. നാരദമുനി
വ്യാസദേവനോട് പറയുന്നു, ഈ കാര്യങ്ങളെല്ലാം നീ ചെയ്തു, പക്ഷെ എന്നിട്ടും നീ ഒരു കാര്യം മാത്രം ചെയ്തില്ല. എന്താണ്? ഭഗവാനെ കുറിച്ച് പ്രത്യേകമായിട്ട് വിവരിച്ചില്ല. എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്, ധർമ്മത്തിനെ കുറിച്ച്, പല വിധത്തിലുള്ള ധർമ്മത്തിനെ കുറിച്ച് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഭാഗവത ധർമ്മത്തിനെ കുറിച്ച് പ്രത്യേകമായിട്ട് നീ വിവരിച്ചിട്ടില്ല. ഇനി ആ ഭക്തിയുടെ ഉദാഹരണമായിട്ട് നാരദ മുനി സ്വന്തം ജീവിതം തന്നെ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ നിന്നും ശ്രീമദ് ഭാഗവതത്തിന്റെ കഥാതന്തു മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരാളുടെ ജീവിത ചരിത്രം, നാരദ മുനി സ്വന്തം ജീവിത ചരിത്രം തന്നെ എന്ത് ചെയ്യുന്നു? ആത്മകഥ വിവരിക്കും. ജീവചരിത്രമല്ല, ആത്മകഥ. അദ്ദേഹത്തിന്റെ തന്നെ കഥ പറയുന്നതിനാണ് ആത്മകഥ എന്ന് പറയുന്നത്. എന്നിട്ട് എനിക്ക് സംഭവിച്ചത് ഇങ്ങനെയാണ് വ്യാസദേവ, അതുകൊണ്ട് എന്താണ് നീ ചെയ്യേണ്ടത് എന്ന് അവസാനം നാരദമുനി വ്യാസദേവന് ഉപദേശിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത ചാപ്റ്റർ, 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ, അതായത് നാരദമുനി വ്യാസദേവനോട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു. വ്യാസദേവൻ വന്നിട്ട് അതിന് ഉത്തരം പറയുന്നു. വ്യാസദേവനോട് നാരദ മഹർഷി പറയുന്നു, ഇതാണ് നിന്റെ പ്രശ്നം, നീ ഭാഗവത ധർമ്മത്തെക്കുറിച്ച് വിവരിച്ചില്ല. ശരി, ഭക്തിയെക്കുറിച്ച് എന്തിനാണ് വിവരിക്കേണ്ടത് എന്ന് നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുക്കുന്നു. അതിന്റെ ഉദാഹരണം ഞാൻ തന്നെയാണ്. ഭക്തി എങ്ങനെയാണ് പരമമാകുന്നത് എന്നതിന്റെ ഉദാഹരണം ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്റെ ജീവിതം വിവരിക്കുന്നു. അതിനുശേഷം നാരദ മഹർഷി വ്യാസദേവനോട് പറയുന്നു, അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടത്? ഉപദേശം കഴിഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു അവസാനം. അതായത് രോഗനിർണയം കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കണ്ടേ, അതാണ് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ലാസ്റ്റ്. 40 ശ്ലോകങ്ങളാണ് 5ാമത്തെ ചാപ്റ്ററിലുള്ളത്. നമുക്ക് 1-2 ശ്ലോകങ്ങൾ നമുക്ക് ആദ്യം കാണാം. ഫസ്റ്റ് ശ്ലോക. സൂത ഉവാച അഥാതം സുഖമാസീന ഉപാസീനാം ബൃഹശ്രവഃ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണിം സ്മയന്നിവഃ. എന്താണ്? സൂത ഉവാച അഥാതം സുഖമാസീന ഉപാസീനം ബൃഹശ്രവഃ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയന്നിവഃ. സൂത ഉവാച അഥാതം സുഖം ആസീന ഉപാസീനം ബൃഹശ്രവഃ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയന്നിവഃ. എന്താണ് സൂത ഉവാച? ഈ കഥ ആരാണ് പറയുന്നത്? സൂത ഗോസ്വാമി. ആരോട് പറയുന്നു? ശൗനകാദി ഋഷികളോട് പറയുന്നു. അഥ തം സുഖമാസീന. അങ്ങനെ വ്യാസദേവൻ എന്തായിരുന്നു ചെയ്തത്? നാരദ മഹർഷിയെ വിളിച്ചു. ആഗതനായ നാരദ മഹർഷിയോ എണീറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ പാദങ്ങളൊക്കെ കഴുകി അദ്ദേഹത്തിനെ ഒരു ഇരിപ്പിടത്തിലേക്ക് ഇരുത്തി. അപ്പോൾ സുഖം ആസീന, കംഫർട്ടബിളി സീറ്റഡ്, വളരെ സമാധാനമായിട്ട് അദ്ദേഹം ഒരിടത്തിരുന്നു. ഉപാസീനം ബൃഹശ്രവഃ. ആസീനം, ആസീന എന്ന് പറഞ്ഞാൽ ഇരുന്നു. ആസീന എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തിരുന്നു. എന്താണ് ഈ അടുത്തിരുന്നത്? ആരാണ് അടുത്തിരുന്നത്? വ്യാസദേവൻ. അദ്ദേഹം എങ്ങനെയാണ് അടുത്തിരുന്നത്? ബൃഹശ്രവഃ, വളരെ റെസ്പെക്റ്റോടുകൂടി വന്നിട്ട് തൻ്റെ ഗുരുവിൻ്റെ കാൽക്കലിരുന്നു. അദ്ദേഹം വന്നിട്ട് ഗുരുവിനോടൊപ്പം ഒരേ കസേരയിൽ ഇരിക്കുകയല്ല ചെയ്തത്, അല്ലെങ്കിൽ ഒരേ സോഫയിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വന്നിട്ട് ഇരുന്നു. എന്തിനാണ്? താൻ വിനയത്തോടു കൂടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഗുരുവിൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ പോകുമ്പോൾ നേരെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു പൊസിഷനോ അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിനേക്കാൾ മുകളിലുള്ളൊരു പൊസിഷനോ ആണെന്ന് വിചാരിക്കരുത്. ഗുരു ഭൗതികമായിട്ടുള്ള എന്ത് സാഹചര്യത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവനാണ് എന്ന് നമ്മൾക്ക് തോന്നുന്നു, അത്രയധികം അദ്ദേഹം വന്നിട്ട് നമ്മളെക്കാൾ ആധ്യാത്മികമായിട്ട് ഉന്നതനാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ഗുരു എന്ന് പറയുന്നത് നമുക്ക് തുല്യനാണെന്നോ നമുക്ക് താഴെയാണെന്നോ ഒന്നും വിചാരിക്കും. വയസ്സുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കാൾ മികച്ചവനാണെന്നോ അല്ലെങ്കിൽ എന്താണ് ഭൗതിക സാഹചര്യങ്ങൾ, പൈസ അല്ലെങ്കിൽ പണം, ധനം, ഇതൊക്കെ കൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കാൾ മികച്ചവനാണോ ഒക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആധ്യാത്മികമായിട്ട് എപ്പോഴും ശിഷ്യൻ ഗുരുവിനേക്കാൾ താഴെയുള്ളവനാണ്. അതുകൊണ്ട് വിനീതമായിട്ട് ഗുരുവിൻ്റെ അടുക്കൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആസീന, അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇരുന്നിട്ട് ദേവർഷി പ്രാഹ വിപ്രർഷിം. എന്താണ് പ്രാഹ? പ്രാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നാരദ മഹർഷി. ദേവർഷി പ്രാഹ വിപ്രർഷി. ആരാണ്? 2 പേര്?
ദേവർഷി എന്ന് പറഞ്ഞാൽ നാരദൻ, വിപ്രർഷി എന്ന് പറഞ്ഞാൽ ആരാണ്? അതെ, വ്യാസദേവൻ. വിപ്രന്മാരിൽ ഋഷിമാരിൽ വിപ്രനായവൻ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഋഷിയായവൻ. ദേവർഷി ആരാണ്? ദേവന്മാരിൽ ഋഷിയായവൻ നാരദ മഹർഷി. അപ്പോൾ നാരദ മഹർഷി ആരോട് ചോദിച്ചു? നാരദ മഹർഷി ആരോട് എന്തു പറഞ്ഞു? വിപ്രർഷിയോട് പറഞ്ഞു. ആരാണ് ദേവർഷി? വീണാപാണി സ്മയൻ നിവ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വീണയുണ്ട്, ഭഗവാൻ കൊടുത്ത വീണ. ഭഗവാൻ വിഷ്ണു കൊടുത്ത വീണയാണത്. സ്മയൻ, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം വഴക്ക് പറയല്ല, വഴക്ക് പറയാൻ പോവുകയാണ്. നമുക്കറിയാം എന്താണ് പറയാൻ പോകുന്നത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ ഇത് വ്യാസദേവനെ വഴക്ക് പറയുകയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ പ്ലസൻ്റ് ആയിട്ടാണ് അദ്ദേഹം തൻ്റെ ശിഷ്യനോട്, കരുണയുള്ളവനാണ്. അതുകൊണ്ട് വളരെ പ്ലസൻ്റ് ആയിട്ടാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ്, ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പ്രഭുപാദ എഴുതിയിരിക്കുന്നത്? ശ്രേഷ്ഠ സന്യാസിയായ വ്യാസദേവനെയും അദ്ദേഹത്തിൻ്റെ നിരാശയ്ക്കുള്ള ഹേതുവും ശരിക്കും ഗ്രഹിച്ചതിനാൽ ശ്രീ നാരദൻ മന്ദഹസിച്ചു. ഭക്തിയുത സേവന ശാസ്ത്രം അവതരിപ്പിച്ചതിലുള്ള അപര്യാപ്തതയാണ് വ്യാസദേവന്റെ നിരാശയ്ക്ക് ഹേതുവെന്ന് ദേവർഷി വിശദമാക്കി. ന്യൂനത എന്തെന്ന് നാരദൻ ഗ്രഹിച്ചു. അനന്തരം വ്യാസദേവന്റെ അവസ്ഥ ദർശിച്ച് അത് സ്വീകരിക്കുകയും ചെയ്തു. ശ്ലോക നമ്പർ 2, 152 നാരദ മഹർഷി പറഞ്ഞു തുടങ്ങുകയാണ്. നാരദ ഉവാച പരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മനഃ പരിതുഷ്യാതി ശരീര ആത്മമാനസ ഏവ വാ. നാരദ ഉവാച പരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മനഃ പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവ വാ. നാരദ ഉവാച പരാശര്യ മഹാഭാഗ ഭവതാ കച്ചിതാത്മനഃ പരിതുഷ്യതി ശാരീര ആത്മമാനസ ഏവ വാ. എന്താണ് ഇവിടെ? നേരെ വന്നിട്ട് വ്യാസദേവനെ നാരദ മഹർഷി വഴക്ക് പറയുകയല്ല. നാരദ മഹർഷി വ്യാസദേവനോട് ചോദിക്കുന്നു. എന്താണ് ചോദിക്കുന്നത്? പരാശര്യ അല്ലയോ പരാശരസുത. പരാശര്യ എന്ന് പറഞ്ഞാൽ പരാശര മുനിയുടെ പുത്രൻ എന്നാണ് അർത്ഥം. ആരാണത്? വ്യാസദേവൻ. അല്ലയോ വ്യാസദേവ എന്ന് ചോദിക്കുകയാണ്. പരാശര്യ മഹാഭാഗ, മഹാഭാഗ്യവാനാണ്. കാരണം സാധാരണ ഒരു ശിഷ്യനല്ല വ്യാസദേവൻ. എന്താണ് വ്യാസദേവന്റെ പ്രത്യേകത? വ്യാസദേവൻ സ്വയം ഭഗവാന്റെ അവതാരമാണ്, ലിറ്റററി ഇൻകാർണേഷൻ. അങ്ങനെ സാധാരണ ഒരാൾ ആവാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ് ഭാഗ്യം, അല്ലെങ്കിൽ എന്താണ് ഭാഗ്യം? അദ്ദേഹം ഇത്രയധികം ജ്ഞാനമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മഹാഭാഗ്യവാനാണ്. ഭവത കച്ചിത് ആത്മനാ പരിതുഷ്യതി. സംതൃപ്തമായോ? എന്ത്? ആത്മനാ പരിതുഷ്യതി. ആത്മസാക്ഷാത്കാരത്തിലൂടെ സംതൃപ്തനായോ? എന്ത്? ശാരീര ആത്മാ മാനസ. എന്താണ്? ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം അങ്ങ് ആരാണ്? സന്തുഷ്ടനായോ എന്നാണ് ചോദിക്കുന്നത്. ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ മനസ്സിലാക്കിയതുകൊണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇത് ആദ്യത്തെ ചോദ്യം തന്നെ അദ്ദേഹത്തോടുള്ള ഒരു ചെറിയ തരത്തിലുള്ള ഒരു വഴക്ക് പറയലാണ്. നമുക്ക് നോക്കാം എന്താണ്. അഡ്രസ്സിംഗ് വ്യാസദേവ ദ സൺ ഓഫ് പരാശര, നാരദ ഇൻക്വയർഡ്, ആർ യു സാറ്റിസ്ഫൈഡ് ബൈ ഐഡന്റിഫൈയിങ് വിത്ത് ദ ബോഡി ഓർ ദ മൈൻഡ് ആസ് ഒബ്ജക്ട്സ് ഓഫ് സെൽഫ് റിയലൈസേഷൻ? എന്താണ് വ്യാസദേവൻ ചെയ്തിരിക്കുന്നത് എന്ന് നാരദമുനി പറയുന്നു. നാരദമുനി വ്യാസദേവനോട് ചോദിക്കുകയാണ്, മനസ്സിനെയും ശരീരത്തെയും മാത്രം അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിനെയും ശരീരത്തെയും കുറിക്കുന്ന സബ്ജക്ട്സ്, വിഷയങ്ങളെക്കുറിച്ച് മാത്രം എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് എന്താണ് പരിപൂർണമായിട്ടും തൃപ്തനായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇൻടേൺ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നാരദ മഹർഷി എന്താണ് പറയുന്നത്? ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം
ശരീരത്തെ കർമ്മകാണ്ഡം അല്ലേ, വേദങ്ങളിൽ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആ ഒരു ശരീരത്തെയും അതിന് ചുറ്റിനുമുള്ള ഭൗതിക വസ്തുക്കളെയും വന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കർമ്മകാണ്ഡത്തിൽ പറയുന്നത്. ജ്ഞാനകാന്ഡം, അതായത് അതിനെക്കാട്ടിലും മേലായിട്ട് മനസ്സിനെ തൃപ്തമാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ജ്ഞാനകാന്ഡം വന്നിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മകാണ്ഡവും ജ്ഞാനകാന്ഡവും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നു, ഡിസ്ക്രൈബ് ചെയ്തു ആര്, വ്യാസദേവൻ. അതുകൊണ്ട് കംപ്ലീറ്റ്ലി അങ്ങ് സംതൃപ്തനായോ? അതാണ് സെൽഫ് റിയലൈസേഷൻ, ആത്മജ്ഞാനം എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ എന്ന് ആര് ചോദിക്കുന്നു, നാരദ മഹർഷി ചോദിക്കുന്നു. അപ്പം എന്താണ് ചോദിക്കുന്നത്, രണ്ടാമത്തെ ശ്ലോകത്തിൽ ആത്മസാക്ഷാത്കാര വിഷയമായിട്ട് താങ്കൾ എന്താണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്, ശരീരത്തെയും മനസ്സിനെയും മനസ്സിനെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് ഇതിനെ രണ്ടിനെയും സംബന്ധിക്കുന്ന കാര്യങ്ങളാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അങ്ങ് എഴുതിയല്ലോ, അതുകൊണ്ട് അങ്ങ് തൃപ്തനായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് പ്രഭുപാദ് എഴുതിയിരിക്കുന്നത്, രണ്ടാമത്തെ ശ്ലോകത്തിൽ വ്യാസദേവന്റെ നൈരാശ്യ ഹേതുവിനെ സംബന്ധിച്ച നാരദൻ സൂചനയാണ് ഇത്. പരാശര മുനിയുടെ സന്തതിയാകയാൽ മഹാവൈഭവമുള്ള സന്യാസിയായ വ്യാസദേവന് വിശേഷ അധികാരമുണ്ട്. എന്നാൽ അത് വ്യാസദേവന്റെ വിഷണ്ണതയ്ക്ക് ഹേതു എന്തെന്ന് ഗ്രഹിക്കാനുള്ള അധികാരം പ്രദാനം ചെയ്യുന്നില്ല. ശ്രേഷ്ഠ പിതാവിന്റെ ശ്രേഷ്ഠപുത്രനായിരുന്നിട്ടുകൂടി അദ്ദേഹം ആത്മാവിനെ ശരീരത്താലോ അല്ലെങ്കിൽ മനസ്സാലോ തിരിച്ചറിഞ്ഞിരിക്കില്ല. അല്പജ്ഞാനികളായ സാമാന്യ ജനങ്ങൾ ശരീരത്തെ അല്ലെങ്കിൽ മനസ്സിനെ ആത്മാവായി തിരിച്ചറിഞ്ഞേക്കാം. എന്നാൽ വ്യാസദേവൻ അപ്രകാരം ചെയ്തിരിക്കില്ല. വാസ്തവികമായും ആത്മസാക്ഷാത്കാരത്തിൽ നിവിഷ്ടനാകാത്ത പക്ഷം ഒരാൾക്ക് ഭൗതിക ശരീരത്തിനും മനസ്സിനും അതീന്ദ്രിയമായ നൈസർഗിക ആമോദം ലഭ്യമല്ല. എന്താണ് പറയുന്നത്, വളരെ ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നും, പക്ഷെ വളരെ സിമ്പിളാണ്. വ്യാസദേവൻ ആരാണ്, സാധാരണക്കാരനല്ല. പരാശര മുനി എന്ന് പറയുന്ന മഹാജ്ഞാനിയായിട്ടുള്ള അച്ഛൻ്റെ മകനാണ്. അദ്ദേഹം ശരിക്കും മഹാജ്ഞാനിയാണ്, ആര്, വ്യാസദേവൻ. അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സുമാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷത്തിന് കാരണമായിട്ടുള്ള വസ്തുക്കൾ എന്ന് വ്യാസദേവന് ധാരണയുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണ് ആത്മജ്ഞാനം എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെയും സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതി വെച്ചു. എങ്കിലും അതാണ് അൾട്ടിമേറ്റ് എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, ശരീരവും മനസ്സുമാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് വിചാരിച്ചാൽ നമ്മൾ വ്യാസദേവനെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ അല്ലാത്തത് കൊണ്ട് അത് സാധ്യമാണ്. പക്ഷെ വ്യാസദേവൻ അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. കാരണം വ്യാസദേവൻ ആത്മസാക്ഷാത്കാരം എന്തെന്ന് അറിയാൻ പറ്റുന്ന തരത്തിലുള്ള കാലിബർ കഴിവുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സംതൃപ്തി ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്, ഇതിനു മേലെയുള്ള ശരീരം മനസ്സ് ഇതിനു മേലെയുള്ള ആ സന്തോഷം തരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചിട്ടില്ല എന്ന് വ്യാസദേവനോട് നാരദ മഹർഷി അദ്ദേഹത്തിൻ്റെ രോഗനിർണയം പറയുകയാണ്. ഡയഗ്നോസിസ് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കണമല്ലോ, അതുകൊണ്ട്. ഓക്കെ, മൂന്നാമത്തെ ശ്ലോകം. ജിജ്ഞാസിതം സുസമ്പന്നം അപീതേ മഹദദ്ഭുതം കൃതവൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബൃംഹിതം. ജിജ്ഞാസിതം സുസമ്പന്നം അപീതേ മഹദദ്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബ്രംഹിതം. ജിജ്ഞാസിതം സുസമ്പന്നം അപീതേ മഹദദ്ഭുതം കൃതവാൻ ഭാരതം യസ്ത്വം സർവാർത്ഥ പരിബ്രംഹിതം. എന്താണ് പറയുന്നത്, ജിജ്ഞാസിതം സുസമ്പന്നം അപീതേ മഹദ് അദ്ഭുതം കൃതവാൻ ഭാരതം യത്വം സർവാർത്ഥ പരിബ്രംഹിതം. ശരി, നീ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു അല്ലയോ വ്യാസദേവ. എന്താണ് പറഞ്ഞിരിക്കുന്നത്,
താങ്കളുടെ അന്വേഷണങ്ങൾ പക്വവും ആലോചനപരമായ യത്നം ഭയങ്കര ഏറ്റവും മേലെയുള്ളത്, ഉത്തുംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മേലെയുള്ളതും ഉചിതവും ഗംഭീരവും അതുമാത്രമല്ല വായിക്കാൻ വളരെയധികം മനോജ്ഞവുമാണ്. അങ്ങ് എഴുതിയത് പരിപൂർണമാണ് എന്ന് എനിക്കറിയാം, നിസ്സന്ദേഹം. അങ്ങനെ ഒരു സംശയവുമില്ല. അങ്ങ് എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും അത്ര താഴേക്കിടയിലുള്ള കാര്യങ്ങളാണെന്നല്ല ഞാൻ പറയുന്നത്. ശ്രേഷ്ഠവും അത്ഭുതകരവുമായൊരു കൃത്യമാണ് നിർവഹിച്ചിരിക്കുന്നത് മഹാഭാരതം രചിച്ചതുകൊണ്ട്. കാരണം സാധാരണ ജനങ്ങൾക്ക് പോലും പ്രാപ്യമായിരിക്കുന്ന വൈദിക ജ്ഞാനം അതിൽ നിന്നും ലഭ്യമാണ്. ഈ തരത്തിൽ എല്ലാ സർവ്വവിധ വേദങ്ങളെയും അന്വയങ്ങളെയും എല്ലാം സവിസ്തരം അദ്ദേഹം വിശദീകരിച്ചു. ഇതെല്ലാം താങ്കൾ ചെയ്തിരിക്കുന്നു, വെരി ഗുഡ്. അപ്പം നമ്മൾ ടീച്ചർ വന്നിട്ട് കുട്ടി പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അത്രയും അവന് എന്താണ് അറിയാവുന്നത് എന്ന് അവന് ഒന്ന് മനസ്സിലാക്കി കൊടുക്കൂ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നിനക്ക് അറിയാമല്ലോ, ഇത്രയും നീ പഠിച്ചിരിക്കുന്നല്ലോ, വളരെ നല്ലത്, വെരി ഗുഡ്. ഇനി എന്താണ്, പക്ഷേ ചില കാര്യങ്ങൾ നീ വന്നിട്ട് മനസ്സിലാക്കിയില്ല, ഇങ്ങനെയാണ് ടീച്ചർ പറയുക. നിനക്കൊന്നും അറിയത്തില്ലേ? അങ്ങനെയല്ല നമ്മൾ ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാമല്ലോ, അതിൻ്റെ മേലെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്നാണ് നല്ല ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടികളെ വഴക്ക് പറഞ്ഞിട്ട് അവരുടെ മാനസികമായിട്ടുള്ള മുറയലിനെ തകർത്ത് കളയുന്നതല്ല ശരിക്കുള്ള ടീച്ചർ എന്ന് പറയുന്നത്. എന്താണോ കുട്ടിക്ക് അറിയാവുന്നത് അത് വളരെ നല്ലതാണ്, അത്രയും നീ പഠിച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് കൊടുക്കണം? അവന് മോട്ടിവേഷൻ കൊടുക്കണം. എന്നാൽ അവൻ എന്ത് ചെയ്യും? അതിൻ്റെ മേലെയുള്ള കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടാകും, അതിന് ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ വ്യാസദേവനോടും ഇത് തന്നെയാണ് നാരദ മഹർഷി പറയുന്നത്. ഇത്രയധികം കാര്യങ്ങൾ താങ്കൾ ചെയ്തു, പക്വം ആലോചനപരമായ ആ കാര്യങ്ങളെല്ലാം വളരെ ഉചിതമായിരിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, മനോജ്ഞമാണ്, ഗംഭീരമാണ്. മഹാഭാരതം പോലെയുള്ള കാര്യങ്ങളും താങ്കൾ രചിച്ചിരിക്കുന്നു. സർവ്വവിധ വേദങ്ങളും അന്വയങ്ങളും ഒക്കെ എത്ര സവിസ്തരമായിട്ടാണ് ഈ 4 യജുർവേദം, സാമവേദം, അഥർവവേദം, ഋഗ്വേദം ഈ തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടിയെല്ലാം വിശദീകരിച്ചിരിക്കുന്നത്. മഹാഭാരതം എന്ന് പറയുന്നത് വേദങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് ആ ഒരു രീതികൾ വന്നിട്ട് അതുകൊണ്ട് സമ്പൂർണമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് വ്യാസദേവൻ, വെരി ഗുഡ്. വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ്, യു ഹാവ് ഡൺ എ വെരി ഗ്രേറ്റ് ജോബ് എന്ന് പറയുന്നു. ഇനി എന്ത് സംഭവിക്കും എന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. കാരണം വ്യാസദേവന് വന്നിട്ട് ആദ്യം അദ്ദേഹത്തിനെ ഈ പ്രകാരം മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ വ്യാസദേവൻ ചിന്തിക്കും, ഞാൻ എല്ലാ കാര്യങ്ങളും കാര്യമായിട്ട് അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തു എന്ന് വ്യാസദേവൻ ചിന്തിക്കും. പക്ഷേ അതിനും, അതായത് ഈ ഒരു കാര്യത്തിനും വന്നിട്ട് എന്തുണ്ട്, ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് ആര് പറഞ്ഞു കൊടുക്കും? ഗുരു പറഞ്ഞു കൊടുക്കും. അപ്പം നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ഗുരു പറയാൻ പോകുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചലഞ്ചസോ വല്ലതും ഉണ്ടെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാം. താങ്ക് യു.